നിങ്ങൾക്കാർക്കെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് TDS മിസ്മാച്ച് എന്ന് പറഞ്ഞൊരു നോട്ടീസിന് വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഇങ്ങനെ കുറച്ച് ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾ സംസാരിച്ചിരുന്ന സമയത്താണ് മൂപ്പർക്ക് കഴിഞ്ഞ വർഷം ഇതേപോലൊരു നോട്ടീസ് വന്നു. സോ എന്താണ് ഈ TDS മിസ്മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വളരെ സിമ്പിളാണ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിലേക്ക് സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ എൻ്റെ എംപ്ലോയർ എന്ത് ചെയ്യും? അതിൽ നിന്ന് TDS എന്ന് പറഞ്ഞൊരു എമൗണ്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും ക്രെഡിറ്റ് ചെയ്ത് തരുന്നത്. ഈ കട്ട് ചെയ്യുന്ന TDS ഒരിക്കലും എംപ്ലോയർ എന്ത് ചെയ്യില്ല, അവരുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അവരത് ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യും. ഓൺ ബിഹാഫ് ഓഫ് അസ്, നമ്മുടെ പേരിൽ തന്നെ ഗവൺമെന്റിലേക്ക് അത് ടാക്സ് ആയിട്ട് പേ ചെയ്യും. അതേപോലെ നമ്മളും ITR ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം TDS ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളും ITR ഫയൽ ചെയ്യും. ഇനി ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഡോക്യുമെന്റ്സ്, അതായത് നമ്മൾ ഫയൽ ചെയ്ത ITR ഫോമും അതേപോലെ തന്നെ എൻ്റെ എംപ്ലോയർ ചാർജ് ചെയ്തിരിക്കുന്ന TDS ഡോക്യുമെന്റ് എടുത്ത് നോക്കിയിട്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യും. ഇൻ കേസ് ഈ TDS എമൗണ്ട് ഞാൻ ITR കാണിച്ചിരിക്കുന്നതും എൻ്റെ എംപ്ലോയർ കാണിച്ചിരിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് അയക്കുന്ന നോട്ടീസ് ആയിരിക്കും TDS മിസ്മാച്ച് നോട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് മേ ബി ചിലപ്പോൾ ഞാൻ TDS കാൽക്കുലേറ്റ് ചെയ്തൊന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ എംപ്ലോയർ എന്തെങ്കിലും ഒരു കാരണവശാൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം ഈ TDS മിസ്റ്റേക്സിന് കാരണം. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും എത്രത്തോളം TDS ആണ് എംപ്ലോയർ നമ്മുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സോ അത് നോക്കി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത്. അത് മനസ്സിലാക്കിയതിന് ശേഷം അത് തിരുത്തിയുള്ള റീഫയലിംഗ് നമ്മൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നടത്തുക. എന്നിട്ട് നമുക്ക് വന്ന ആ നോട്ടീസിന് റിപ്ലൈ ആയിട്ട് എന്തുകൊണ്ടാണ് ഈ മിസ്മാച്ച് വന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് തിരിച്ച് ഒരു നോട്ടീസായി അയച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നാലെ നമുക്ക് ഫൈനും പെനാൽറ്റി എല്ലാം വരുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ഇതേപോലെ TDS മിസ്മാച്ച് അല്ല വേറെ എന്തെങ്കിലും ഒക്കെ നോട്ടീസോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ ഒക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന നടപടികൾ എടുക്കുക. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതലായി അറിയാനായിട്ട് പ്ലീസ് കണക്ട് വിത്ത് us.